ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് മുൻപേ നടന്നവർ, നമുക്ക് മുൻപേ നടന്നുപോയ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പറ്റിയാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ വ്യക്തികളും, ഓരോ സംഭവങ്ങളും, ഓരോ ചരിത്രങ്ങളും നമുക്ക് വേണ്ടി ഒരു ദൃഷ്ടാന്തമായി ദൈവം വെച്ചിട്ടുള്ളവയാണ്. അവയിൽ നിന്ന് നല്ല സത്തുക്കളെ തിരഞ്ഞെടുത്ത് നമ്മുടെ ജീവിതത്തെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒരു വിശ്വാസ വീരൻ്റെ പേര് പറയുവാൻ പറഞ്ഞാൽ നിങ്ങൾ ആരുടെ പേർ പറയും? എനിക്ക് തീർച്ചയായും ഉറപ്പുണ്ട്, നിങ്ങൾ ആദ്യം ഉച്ചരിക്കുവാൻ പോകുന്ന നാമം അത് വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിൻ്റേത് മാത്രമായിരിക്കും. അത്തരത്തിൽ നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന വലിയ ഒരു വിശ്വാസത്തിൻ്റെ ദൃഷ്ടാന്തമാണ്, ഉദാഹരണമാണ് അബ്രഹാമിൻ്റെ ജീവിതം. വളരെ വേഗത്തിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് ഒന്ന് തിരിച്ച് നടക്കാം. അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ പഠിക്കാമെന്നും നമുക്ക് അല്പമായി ചിന്തിക്കാം. അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു പിതാവ് എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കളെ നേർവഴിക്ക് നടത്തുന്നവനാണ്. അത്തരത്തിൽ ചിന്തിക്കുകയാണ് എങ്കിൽ അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി, അവൻ വിശ്വാസികളെ നേർവഴിയിൽ നടത്തുന്ന വിശ്വാസികളുടെ പിതാവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ പിതാവായ വിശ്വാസികളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതത്തിൽ നിന്നും നമുക്ക് ഏറെ പഠിക്കുവാനുണ്ട്. നമുക്ക് പോകാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അബ്രഹാമിന് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായപ്പോൾ, വാഗ്ദത്ത നാട്ടിലേക്ക് അബ്രഹാമിനെ യഹോവയായ ദൈവം ക്ഷണിച്ചപ്പോൾ, അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, തൻ്റെ ലക്ഷ്യസ്ഥാനം ഏതെന്ന് അറിയാതെ വിളിച്ച വിളിക്ക് അനുസരിച്ച്, വിളിച്ച വിളിക്ക് യോഗ്യമായി ഇവിടെ അബ്രഹാം യാത്ര പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. കാരണം ഈ ഒരു ഒറ്റ വചനത്തിൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴത്തെ നമുക്ക് അളക്കാവുന്നതാണ്. ആരോടെങ്കിലും നാം ഒരു യാത്രയ്ക്ക് പോകുവാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തി ആദ്യമായി നമ്മോട് ചോദിക്കുന്ന ചോദ്യം, എങ്ങോട്ടാണ് നാം പോകുന്നത്? എന്തിനു വേണ്ടിയാണ് നാം പോകുന്നത്? എപ്പോൾ നാം തിരിച്ചു വരും എന്നെല്ലാമായിരിക്കും. എന്നാൽ വളരെ വ്യത്യസ്തമായി, വളരെ വിപരീതമായി ദൈവം അബ്രഹാമിനോട് വരിക എന്ന് പറഞ്ഞപ്പോൾ, വാഗ്ദത്ത നാട്ടിലേക്ക് വരുവാൻ ക്ഷണിച്ചപ്പോൾ യാതൊരു ചോദ്യങ്ങളും ചോദിക്കാതെ, യാതൊരു സംശയങ്ങളും ഉണ്ടാക്കാതെ ഇവിടെ അബ്രഹാം ഒരു വലിയ യാത്രയ്ക്ക് തുടങ്ങുകയാണ്. ഒരു വലിയ യാത്ര അബ്രഹാം അവൻ്റെ ജീവിതത്തിൽ തുടങ്ങുന്നത് ലക്ഷ്യസ്ഥാനം ഏതെന്ന് അറിയാതെയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അതാണ് അബ്രഹാമിൻ്റെ വിശ്വാസം. അബ്രഹാമിന് ഉറച്ച ഒരു വിശ്വാസമുണ്ടായിരുന്നു. എൻ്റെ ദൈവമാണ് എന്നെ വിളിച്ചത്, അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക്, അവൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ അവൻ കൈപിടിച്ച് നടത്തും എന്ന വളരെ വലിയ ഉറച്ച ഒരു വിശ്വാസം അബ്രഹാമിന് ഉണ്ടായിരുന്നു. അതായിരുന്നു അബ്രഹാമിൻ്റെ വിശ്വാസ യാത്രയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസം എന്ന വാക്കിന്, അല്ലെങ്കിൽ വിശ്വാസം എന്ന ആശയത്തിന് വളരെ ബൃഹത്തായ, വളരെ മികച്ച ഒരു നിർവചനം നൽകുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം: വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തെപ്പറ്റി പരിശോധിക്കുകയാണെങ്കിൽ ഈ നിർവചനം ഏറ്റവും അധികം ഇണങ്ങുന്നത് അബ്രഹാമിനാണ്, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിനാണ് എന്ന് നമുക്ക് നിസ്സംശയം മനസ്സിലാക്കാം. കാരണം അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ, വാഗ്ദത്ത നാട്ടിലേക്ക് അവനെ ക്ഷണിച്ചപ്പോൾ അവൻ ആ സ്ഥലത്തെപ്പറ്റി അറിയുകയില്ലായിരുന്നു. പക്ഷേ അവനൊരു പ്രത്യാശയുണ്ടായിരുന്നു. അവൻ്റെ ആശയ്ക്ക്, ദൈവം വിളിച്ച നാട്ടിലേക്ക് പോകണമെന്ന അവൻ്റെ ആഗ്രഹത്തിന് ഒരു നിശ്ചയമുണ്ടായിരുന്നു.
ശേഷം ഞാൻ അവിടെ എത്തിച്ചേരും, എൻ്റെ ദൈവം എന്നെ അവിടേക്ക് കൈപിടിച്ച് നടത്തും എന്നുള്ള അവൻ്റെ പ്രത്യാശയ്ക്ക് ഒരു ഉറപ്പും ഒരു നിശ്ചയവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിശ്വാസം എന്ന വാക്കിൻ്റെ പര്യായപദമായിട്ട് അബ്രാഹാമിൻ്റെ ജീവിതവും അബ്രാഹാം എന്ന വ്യക്തിയും ഇന്നും നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ജീവിതത്തെ എപ്രകാരം ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാം, എപ്രകാരം നമുക്ക് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസവും പൂർണ്ണ ആശ്രയവും വയ്ക്കാം എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഉദാന്തമായ ഒരു ദൃഷ്ടാന്തമാണ് അബ്രാഹാമിൻ്റെ ജീവിതമെന്ന് നമുക്ക് നിശ്ചയം മനസ്സിലാക്കാവുന്ന ഒരു വസ്തുതയാണ്. അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ 4 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അബ്രാഹാമിൻ്റെ ജീവിതമെന്ന യാത്രയിൽ 4 പ്രധാന ഘട്ടങ്ങളുണ്ടായിരുന്നു. ഈ 4 ഘട്ടങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അബ്രാഹാമിൻ്റെ കളങ്കമറ്റ വിശ്വാസം എന്നത് മാത്രമായിരുന്നു. അബ്രാഹാമിൻ്റെ ഓരോ നിമിഷത്തെ ജീവിതത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിലുള്ള പ്രത്യാശയും വിശ്വാസവുമാകുന്നു എന്ന് നമുക്ക് അബ്രാഹാമിൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. വളരെ വേഗത്തിൽ അബ്രാഹാമിൻ്റെ ജീവിതത്തിലെ ആ ആദ്യ ഘട്ടത്തിലേക്ക് നമുക്ക് ഒന്ന് തിരിച്ച് നടക്കാം. നമുക്ക് മുൻപേ നടന്നവൻ, നമുക്ക് മുൻപേ നമുക്ക് വേണ്ടി വിശ്വാസമാകുന്ന ഒരു വഴി തെളിച്ചവനാണ് നമ്മുടെ പിതാവായ അബ്രഹാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് വിശ്വാസത്തോടുള്ള യാത്രയാണ്. നാം മുൻപേ പറഞ്ഞതുപോലെ അബ്രാഹാമിനെ ദൈവം ക്ഷണിച്ചപ്പോൾ ലക്ഷ്യസ്ഥാനം ഏതെന്ന് അറിയാതെ വിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ മാത്രം അബ്രഹാം ഒരു യാത്ര തുടങ്ങുകയാണ്. വിശ്വാസത്താലുള്ള യാത്ര നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം 4-ാം വാക്യം. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യഹോവ അബ്രഹാമിനോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവനോട് കൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അബ്രാഹാമിൻ്റെ വിശ്വാസത്തോടു കൂടിയ യാത്രയ്ക്ക് വേദപുസ്തകം അടിസ്ഥാനമിട്ടുകൊണ്ട് പറയുന്നു, അബ്രഹാം ദൈവത്തിൻ്റെ വചനപ്രകാരം തൻ്റെ യാത്ര ആരംഭിച്ചു. ദൈവത്തോട് അവൻ ചോദിച്ചില്ല ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്. ദൈവത്തോട് അവൻ ഒരിക്കൽ പോലും സംശയത്തോടെ പറഞ്ഞിട്ടില്ല, ദൈവമേ നീ എന്നെ എങ്ങോട്ടാണ് നയിക്കുന്നത്. മറിച്ച് അവൻ്റെ ബൃഹത്തായ വിശ്വാസത്തിൽ, അവൻ്റെ ജീവിതത്തിന്, അവൻ്റെ യാത്രയ്ക്ക് അവനൊരു വലിയ ഉറച്ച അടിത്തറയിട്ടു. അത് ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസവും പരിപൂർണമായ ആശ്രയവും ആയിരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അതേ വിശ്വാസവും ആശ്രയവും അവനെ അവൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചുവെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതവുമായി നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തെ ഒന്ന് താരതമ്യം ചെയ്യാം. അബ്രഹാം അന്ന് വാഗ്ദത്ത നാടായ കാനാനിലേക്ക് പുറപ്പെട്ടു. ഇന്ന് നാമും ഒരു യാത്രയിലാണ്. അബ്രഹാം വിശ്വാസത്തിൽ അധിഷ്ഠിതമായി വാഗ്ദത്ത നാട്ടിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ഇന്ന് നമ്മുടെ വിശ്വാസം എപ്രകാരമാണ്? നമുക്ക് വേണ്ടി സ്വർഗീയമായ കാനാൻ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. അബ്രഹാമിന് തൻ്റെ ലക്ഷ്യസ്ഥാനം അറിയില്ലായിരുന്നു. എന്നാൽ നമുക്ക് വളരെ അധികം ഒരു പ്രത്യാശയുണ്ട്. കാരണം നമ്മുടെ ലക്ഷ്യസ്ഥാനം, നാം എവിടേക്കാണ് സഞ്ചരിക്കുന്നത്, നമ്മുടെ ജീവിതമാവുന്ന യാത്ര എവിടേക്കാണ് എത്തിച്ചേരേണ്ടത് എന്നുള്ള വ്യക്തമായ ഒരു ലക്ഷ്യസ്ഥാനം ഇന്ന് എനിക്കും നിങ്ങൾക്കും മുൻപിലുണ്ട്. അത് മറ്റൊന്നുമല്ല, സ്വർഗീയ കാനാനാണ്. നമ്മുടെ ദൈവത്തോടൊപ്പമുള്ള അനന്തമായ വാഴ്ചയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവേശുവിനോട് കൂടെയുള്ള ആ അനന്തമായ വാഴ്ച മാത്രമായിരിക്കണം. അങ്ങനെ ആകുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ വിശ്വാസമാകുന്ന ജീവിതം എപ്രകാരമാണ്? ഇന്ന് നമ്മുടെ ജീവിതമാകുന്ന സ്വർഗീയ കാനാനിലേക്കുള്ള യാത്രയുടെ അടിസ്ഥാനം വിശ്വാസമാണോ? നമ്മുടെ വിശ്വാസം എപ്രകാരം നിലകൊള്ളുന്നുവെന്ന് ശോധന ചെയ്യേണ്ടത് വളരെ ആവശ്യകരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ വേഗത്തിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ആ 2ാമത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് നോക്കാം. 1, അബ്രഹാം വിശ്വാസത്തിൽ യാത്ര തുടങ്ങി. ആ വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് അവനെ ദൈവം അവൻ്റെ ജീവിതത്തിൻ്റെ 2ാമത്തെ ഘട്ടത്തിലേക്ക് അടുപ്പിക്കുകയാണ്. വിശ്വാസത്താലുള്ള ലക്ഷ്യസ്ഥാനം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. അത് ഇപ്രകാരം പറയുന്നു, അബ്രാം തൻ്റെ ഭാര്യയായ സാറായിയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും
തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാറാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കാനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കാനാൻ ദേശത്ത് എത്തി. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അബ്രഹാം ദൈവത്തിൻ്റെ വിളിക്ക് അനുസരിച്ച് ലക്ഷ്യസ്ഥാനം ഏതെന്ന് അറിയാതെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു യാത്ര തുടങ്ങിയപ്പോൾ ആ വിശ്വാസം, ആ ദൈവത്തിലുള്ള അവൻ്റെ പൂർണ്ണമായ ആശ്രയം അവൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് അവനെ കൈപിടിച്ച് ഉയർത്തിയിരിക്കുകയാണ്. വിശ്വാസത്തിൽ അബ്രഹാം തൻ്റെ ലക്ഷ്യസ്ഥാനം കണ്ടു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അപ്രകാരം അബ്രഹാം കാനാൻ ദേശത്ത് എത്തി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, സ്വർഗീയ കാനാനിലേക്കുള്ള നമ്മുടെ യാത്രയുടെ അവസാനം എന്തായിരിക്കുമെന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യകരമാണ്. നമ്മുടെ പൂർവ്വപിതാവായ വിശ്വാസികളുടെ പിതാവ് എന്ന വിശേഷണത്തിന് അർഹനായ അബ്രഹാം കാനാനിൽ എത്തിയതുപോലെ നമ്മുടെ പ്രത്യാശയും പ്രതീക്ഷയുമായ സ്വർഗീയ കാനാനിൽ ക്രിസ്തുയേശുവിൻ്റെ കൂടെയുള്ള വാസത്തിലേക്ക് നാം എത്തിപ്പെടുമോ? നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നാം ആവർത്തിക്കേണ്ട ഒരു ചോദ്യമാണിത്. നമ്മുടെ ജീവിതം എപ്രകാരമാണ്? ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ സ്വർഗീയ കാനാനിൽ എനിക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമോ? ഇപ്പോഴുള്ള എൻ്റെ വിശ്വാസം എന്നെ അതിന് യോഗ്യനാക്കുമോ? ഇപ്പോഴുള്ള എൻ്റെ വിശ്വാസം അതിന് എന്നെ പ്രാപ്തനാക്കുമോ? നാം എപ്പോഴും നമ്മുടെ ജീവിതത്തോട്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ഉത്തരം നിഷേധാത്മകമായി ഇല്ല എന്ന് ആകുന്നുവെങ്കിൽ അബ്രഹാമിൻ്റെ ജീവിതത്തെയും അവൻ്റെ വിശ്വാസത്തെയും ഒരിക്കൽ കൂടി നാം ഒന്ന് ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ വചനം കേട്ട് പൂർണ്ണമായി അനുസരിച്ച് അബ്രഹാം യാത്ര തുടങ്ങിയപ്പോൾ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ദൈവം അവനെ നടത്തിയതുപോലെ ഇന്ന് ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട്, ക്രിസ്തുയേശുവിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതമാവുന്ന യാത്ര തുടരുകയാണ് എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് എന്നോടും നിങ്ങളോടും ഉറക്കെ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ ആ വിശ്വാസവും പ്രത്യാശയും അത് നിങ്ങളെ ദൈവത്തിങ്കലേക്ക് നടത്തും. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അബ്രഹാം കാനാൻ ദേശത്ത് എത്തി. എന്നാൽ അബ്രഹാം കാനാൻ ദേശത്ത് എത്തിയതിനു ശേഷമാണ് ഇവിടെ അബ്രാമൻ്റെ ജീവിതത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടം തുടങ്ങുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിൽ അവൻ വിശ്വാസത്തിൽ യാത്ര ആരംഭിച്ചു. രണ്ടാം ഘട്ടത്തിൽ ആ വിശ്വാസത്തിൻ്റെ പരിണിത ഫലമെന്നോണം അവൻ കാനാനിൽ എത്തി. മൂന്നാം ഘട്ടം അവൻ ആരംഭിക്കുന്നത് വിശ്വാസത്തോടുള്ള അവൻ്റെ ആരാധനയോടു കൂടിയാണ്. കാനാനിൽ എത്തിയ ശേഷം അവൻ ദൈവത്തെ മറന്നില്ല. തന്നെ വിളിച്ച് ഇറക്കിയ യഹോവയായ തൻ്റെ ദൈവത്തെ മറക്കാതെ അബ്രഹാം അവൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ആരാധന തുടരുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. കാനാനിൽ എത്തിയ ശേഷം യഹോവയായ ദൈവം അബ്രാമിന് പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, നിന്റെ സന്തതിക്ക് ഈ ദേശം ഞാൻ കൊടുക്കും. ശേഷം പറയുന്നു, തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. തനിക്ക് ഒരു സുവിശേഷവുമായി, തനിക്ക് ഒരു സുവാർത്തയുമായി എത്തിയ ആ യഹോവയ്ക്ക് അബ്രഹാം അവിടെ ഒരു ആരാധനാ പീഠം അല്ലെങ്കിൽ യാഗപീഠം പണിതു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തോടുള്ള ആരാധന അബ്രഹാം എപ്പോഴും മുറുകെ പിടിച്ചിരുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തെപ്പറ്റി പഠിക്കുമ്പോൾ അവൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിനു വേണ്ടി ഹോമിക്കപ്പെട്ട ഒരു ആരാധനയായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശ്വാസമാണ് ആരാധനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ അടിസ്ഥാനത്തിൽ അബ്രഹാം സമ്പന്നൻ ആയിരുന്നു. ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട്, പൂർണ്ണ വിശ്വാസം വെച്ചുകൊണ്ട് അവൻ അവൻ്റെ ജീവിതത്തെ പണിത് ഉയർത്തിയപ്പോൾ അതിൻ്റെ മേൽക്കൂരയായിട്ട് ദൈവത്തോടുള്ള ഭക്തിയും ദൈവത്തോടുള്ള ആരാധനയും അവൻ മുറുകെ പിടിച്ചിരുന്നു. ഇന്ന് എന്നോടും നിന്നോടും ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ്, നിൻ്റെ ഹൃദയമാവുന്ന ദൈവത്തിൻ്റെ മന്ദിരത്തിൽ, നിൻ്റെ ഹൃദയമാവുന്ന ദേവാലയത്തിൽ ഇന്ന് ആരാധനയ്ക്ക് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ,
വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇന്ന് നമ്മുടെ ഹൃദയമാകുന്ന, നമ്മുടെ ശരീരമാകുന്ന ഈ ആലയത്തിൽ ദൈവത്തിനു വേണ്ടി ഒരു യാഗപീഠം നാം പണിതിട്ടുണ്ടോ? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിനോടുള്ള നമ്മുടെ ആരാധന എല്ലായ്പ്പോഴും നാം മുറുകെ പിടിക്കേണ്ടത് അത്ര അധികം ആവശ്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ തന്നെ ദൈവത്തെ കുടിയിരുത്തിക്കൊണ്ട് അവനെ ആരാധിക്കേണ്ടത് അത്ര അധികം ആവശ്യമാണ്. വെളിപാട് പുസ്തകത്തിൽ വെളിപാടുകാരനായ യോഹന്നാൻ പറയുന്നു, ക്രിസ്തുയേശു അവിടെ ഇപ്രകാരം പറയുന്നു, ഇതാ ഞാൻ നിങ്ങളുടെ വാതിക്കൽ വന്ന് മുട്ടുന്നു. എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ വാതിക്കൽ യേശു ക്രിസ്തു വന്ന് മുട്ടുകയാണ്. ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ആ ക്രിസ്തുയേശു നമ്മോടൊപ്പം, നമുക്ക് ക്രിസ്തുയേശുവിനോടൊപ്പം അത്താഴം കഴിക്കുവാൻ കഴിയും. അതിന് പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിന് ഒരു സ്ഥാനമുണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് വ്യക്തമായ അനിഷേധ്യമായ ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം. അബ്രഹാം കാനാൻ ദേശത്ത് വെച്ച് പണിതതുപോലെ ഒരു യാഗപീഠം നാം നമ്മുടെ ഹൃദയത്തിൽ പണിയേണ്ടത് വളരെ ആവശ്യകരമാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 8-ാം വാക്യം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു, അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. നമ്മുടെ സ്വർഗീയ കാനാൻ എന്നുള്ള സ്വപ്നം സഫലമാകണമെങ്കിൽ, നമ്മുടെ സ്വർഗീയ കാനാൻ യാത്ര സഫലമാകണമെങ്കിൽ അബ്രഹാം ചെയ്തതുപോലെ ദൈവത്തെ മറക്കാതെ ദൈവത്തോടുള്ള ആരാധന എപ്പോഴും മുറുകെ പിടിക്കേണ്ടത് ആകുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ, അർഹിക്കാത്ത ദാനങ്ങളാൽ നാം നിറയുമ്പോൾ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും നാം വാങ്ങുമ്പോൾ, അതിനുശേഷം നാം ദൈവത്തെ മറക്കുന്ന ഒരു സ്വഭാവം നാം എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ ദൈവത്തെ മറക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റതിനു ശേഷം. എന്നാൽ അബ്രഹാം ഇവിടെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചപ്പോഴും അവൻ ദൈവത്തെ മറക്കാതെ, ദൈവത്തിന് എതിരെ മറുതൊലിക്കാതെ, ദൈവത്തിന് എതിരെ പിറുപിറുക്കാതെ എപ്പോഴും ദൈവത്തെ അവൻ്റെ ഹൃദയത്തിൽ കുടിയിരുത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ഹൃദയമാവുന്ന ദേവാലയത്തിലും മന്ദിരത്തിലും ദൈവത്തിനു വേണ്ടി നാം ഇന്ന് ഒരു യാഗപീഠം പണിയണം. അങ്ങനെ നിങ്ങൾ യാഗപീഠം പണിയുന്നുവെങ്കിൽ, അങ്ങനെ നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ കുടിയിരുത്തുന്നുവെങ്കിൽ, അങ്ങനെ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ, ഇവിടെ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ 4-ാം ഘട്ടം തുടങ്ങിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു നല്ല സമയം ഉണ്ടാകും. അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ 4-ാമത്തെ ഘട്ടം ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വിവരിക്കുന്നു. വിശ്വാസത്തിൻ്റെ ദർശനം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അവൻ വിശ്വാസത്തിൽ യാത്ര തുടങ്ങിയപ്പോൾ, അവൻ വിശ്വാസത്തിൽ ലക്ഷ്യസ്ഥാനം പൂകിയപ്പോൾ, അവൻ വിശ്വാസത്തിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവം അവന് ഒരു ദർശനം കൊടുക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ദർശനം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ലോത്ത് അബ്രാമിനെ വിട്ട് പിരിഞ്ഞതിനു ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും നിന്റെ സന്തതിക്ക് ഞാൻ ശാശ്വതമായി ഒരു അവകാശമായി നൽകും. ഒരിക്കൽ കൂടി യഹോവ അബ്രഹാമിന് ഒരു ദർശനം കൊടുക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വാഗ്ദത്ത നാട്ടിലേക്ക് വരൂ എന്ന് ക്ഷണിച്ച അതേ ദൈവം ഇപ്പോൾ അബ്രഹാമിനോട് ദർശനത്തിലൂടെ പറയുകയാണ്, നീ നിന്റെ തല ഉയർത്തി നാനാ ദിക്കുകളിലേക്ക് ഒന്ന് നോക്കുക. വടക്കോട്ടും കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന സ്ഥലമൊക്കെയും ഞാൻ നിനക്ക് അവകാശമായി തരും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഒരു വലിയ വാഗ്ദാനം ദൈവം വീണ്ടും അബ്രാമിന് കൊടുക്കുകയാണ്. ശേഷം പറയുന്നു, ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും.
ദൈവത്തിൻ്റെ വചനം പറയുകയാണ് അബ്രഹാമിനോട്, ഞാൻ നിൻ്റെ സന്തതിയെ ഈ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഈ ഭൂമിയിലെ പൊടിയെ ആർക്കെങ്കിലും എണ്ണാൻ കഴിയുമോ? അത്തരത്തിൽ നിൻ്റെ സന്തതിയെ ഞാൻ വലുതാക്കും, വളർത്തും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വാക്കുകളിൽ വിശ്വസ്തനായ ദൈവം ഇപ്രകാരം അബ്രഹാമിനോട് പറയുകയാണ്, നീ നോക്കുന്ന ദേശമൊക്കെയും ഭൂപ്രദേശമൊക്കെയും ഞാൻ നിനക്ക് തരും. നിൻ്റെ സന്തതികളെ ഞാൻ അതിവിശാലമാക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ രണ്ട് വാഗ്ദാനങ്ങളും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിറവേറിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു നിറവേർപ്പെടൽ, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതം മാത്രമായിരുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അബ്രഹാമിൻ്റെ വിശ്വാസം അവന് നീതിക്കായി കണക്കിട്ടു. ഇന്ന് നമ്മുടെ വിശ്വാസം എപ്രകാരമാണ്? നമ്മുടെ വിശ്വാസത്തെ ദൈവം ഒന്ന് തൂക്കി നോക്കിയാൽ, നമ്മുടെ വിശ്വാസത്തെ ദൈവം ഒന്ന് അളന്നു നോക്കിയാൽ അത് നമ്മുടെ നീതിക്കായി ഭവിക്കുമോ? നാം ചിന്തിക്കേണ്ടത് വളരെ അധികം ആവശ്യകരമാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നാം ദൈവവിശ്വാസത്തിൽ പുറകിൽ നിൽക്കുന്നുവെങ്കിൽ, ഇന്ന് നാം ആത്മീയമായി നിർജീവരാകുന്നു എങ്കിൽ, ഇന്ന് നാം ദൈവത്തോടുള്ള ആരാധനയും അവനുള്ള വിശ്വാസവും പ്രത്യാശയും മുറുകെ പിടിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങളോട് പറയുകയാണ്, ദൈവത്തിങ്കിലേക്ക് വരിക. വിശ്വാസത്തിൽ നീ നിൻ്റെ ജീവിതത്തിന് ഒരു തറക്കല്ല് ഇടുക. അങ്ങനെ ആകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അദൃശ്യമായ കരവലയത്തിൽ നാം എപ്പോഴും സുരക്ഷിതരായി ജീവിക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമുക്ക് ഒരിക്കൽ കൂടി അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നോക്കാം. നമ്മുടെ പിതാവായ അബ്രഹാം എപ്രകാരം തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുവോ, അപ്രകാരം ഒരിക്കൽ കൂടി നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ആ വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് ചരിക്കാം. ഒരു നാൾ യേശുക്രിസ്തു വീണ്ടും എന്നെയും നിങ്ങളെയും ചേർക്കുവാൻ വരുമ്പോൾ ഈ വിശ്വാസം നമ്മളെ അവങ്കിലേക്ക് കൈപിടിച്ചുയർത്തും. അത്തരത്തിൽ മഹത്വകരമായ ഒരു പ്രത്യാശ, അത്തരത്തിൽ ബൃഹത്തായ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വലിയവനായ ദൈവം നമ്മെ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്രഹാമിനെ എപ്രകാരം ദൈവം അനുഗ്രഹിച്ചോ അത്തരത്തിൽ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് വേണ്ടി അബ്രഹാമിനെ പോലെ ഒരു വിശ്വാസവീരനെ ദൃഷ്ടാന്തമാക്കി തീർത്ത അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, അടിയങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ അതുപോലെ പരിലാളിക്കുവാൻ, അതുപോലെ പരിപോഷിപ്പിക്കുവാൻ നീ അടിയങ്ങളെയും സഹായിക്കുമാറാകണം. ആ വിശ്വാസം കൊണ്ട് നീ വീണ്ടും വരുമ്പോൾ നിന്നോടൊപ്പം അമൃതരായി ജീവിക്കുവാൻ സഹായിക്കണം. സകല മാനവും മഹത്വവും അങ്ങെടുക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.